കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43-44 വചനം വായിക്കാം. യോഹന്നാൻ 1:43-44. ഫിലിപ്പോസും നഥാനിയേലും. ഹെഡിങ്: പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഫിലിപ്പോസ് അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദായിൽ നിന്നുള്ളവനായി. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഫിലിപ്പോസിന്റെ ദൈവങ്ങളെ കുറിച്ചും ശിഷ്യത്വത്തെ കുറിച്ചുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ ഭാഗം നമ്മൾ കാണുമ്പോൾ ഒരു വിളിയിൽ ഉണ്ടാകുന്ന 3 കാര്യങ്ങളും അതിനെ തുടർന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചുമാണ് ധ്യാനിക്കുന്നത്. ഒന്നാമത്തത് ഒക്കേഷൻ ഓഫ് ഗോഡ്. ഒക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം. അതായത് യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് പുറപ്പെടുകയാണ്. എന്തിനാണ് ഈശോ ഗലീലയിലേക്ക് പുറപ്പെടുന്നത്? ഏശയ്യ 9:1 ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. ഏശയ്യ 9:1 വായിക്കാം. ഏശയ്യ 9:1. ഭാവി രാജാവ്. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബുലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാനക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. ഗലീലയിൽ നിന്ന് വലിയ പ്രതീക്ഷയില്ലാത്തൊരു സ്ഥലമാണ് യോഹന്നാൻ 7:52. യോഹന്നാൻ 7:52. അവർ മറുപടി പറഞ്ഞു, നീയും ഗലീലയിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാക്കും. ഒരു പ്രതീക്ഷയില്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ സ്ഥലത്തെ ഒക്കെ ദൈവത്തിന്റെയാണ്. അപ്പൊ ദൈവം അതിനെ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് കുറച്ച് വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സങ്കീർത്തനം 107:35. സങ്കീർത്തനം 107:35. അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവുകളായും മാറ്റുന്നു. ഏശയ്യ 44:3. ഏശയ്യ 44:3. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഏശയ്യ 41:18. ഏശയ്യ 41:18. പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവകളും ഞാൻ ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും. ഏശയ്യ 35:7. ഏശയ്യ 35:7. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും. ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. കുറുനരികളുടെ പാർപ്പിടം ചതുപ്പുനിലമാകും. പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും. സങ്കീർത്തനം 114:8. സങ്കീർത്തനം 114:8. അവിടുന്ന് പാറയെ ജലാശയമാക്കി തീക്കല്ലിനെ നീരുറവയായി. നമ്മൾ വിളിക്കുന്ന ഈ സോവറിൻ ഗോഡിന്റെ പവറാണ് ഇവിടെ മുഴുവൻ കാണിക്കുന്നത്. ഇനി നമ്മള് രണ്ടാമത് കാണുന്നത് അവിടെ അവിടുന്ന് ഫിലിപ്പ്. ആദ്യം പറയുന്നത് എന്താണ്? പിറ്റേ ദിവസം ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. രണ്ടാമത്തത് ഫിലിപ്പോസിനെ കണ്ടു. ദൈവവിളിയിൽ 2 രീതിയിലൊക്കെ ദൈവവിളി കാണാം. അപ്പൊ എല്ലാവരും ഒന്ന് ചിലപ്പോ ദൈവത്തെ മനുഷ്യൻ കണ്ടുപിടിക്കും. ദൈവം തന്നെ അനുവദിക്കുന്നതാണ്. ചിലത് ദൈവം മനുഷ്യനെ കാണും. ഇതിനാദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത നമുക്ക് സുഭാഷിതം 8-ാം അധ്യായം 35-ാം വചനത്തിൽ. സുഭാഷിതം 8:35. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, കർത്താവിന്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. മനുഷ്യൻ കണ്ട് എത്തും, ദൈവം അനുവദിക്കും. വേറെ എന്നുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടത്, ഫിലിപ്പിനെ കണ്ടു. ഇതേപോലെ തന്നെയാണ്
നമുക്ക് സങ്കീർത്തനം 89:20 ദാവീദിനെയും കാണും. സങ്കീർത്തനം 89:20. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. നീ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഒരൊറ്റ വാക്കാണ് പറയുന്നത്, എന്നെ അനുഗമിക്കും. ഈ ഒരൊറ്റ വാക്കില് ഈശോയുടെ വചനത്തിന്റെ ശക്തിയാണ് കാണുന്നത്. ഒറ്റ വാക്കാണ്, എന്നെ അനുഗമിക്കുക. അഗ്നി പോലെയല്ലേ ആ വചനം. ജെറമീയ 20:29. ജെറമീയ 23:29. എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു. ഹെബ്രായർ 4:12. ഹെബ്രായർ 4:12. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ജെറമീയ 5:14. ജെറമീയ 5:14. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. ഏശയ്യ 30:27. ഏശയ്യ 30:27. അസീറിയക്ക് ശിക്ഷ. ഹെഡിങ്. അവിടുത്തെ കോപം കൊണ്ട് ജ്വലിച്ചും കനത്ത പുക വമിച്ചും കൊണ്ട് ഇതാ കർത്താവിൻ. ഇനി നമ്മൾ കാണുന്നത് ഇവിടെ ഉള്ള സാഹചര്യമാണ്, വെളിയിലുള്ള സാഹചര്യം. ഇവര് ബെത്സൈദയിൽ നിന്നായിരുന്നു എന്നാണ് പറയുന്നത്. അതിലൊത്തിരി കാര്യങ്ങളുണ്ട്. ഫിലിപ്പോസും അന്ത്രയോസും പത്രോസിന്റെ പട്ടണമായ ബെത്സൈദയിൽ നിന്നുള്ളവനായിരുന്നു. ബെത്സൈദ എന്നുള്ള വാക്കിന്റെ ഹൗസ് ഓഫ് ഹണ്ടേഴ്സ്. നമുക്കൊരു വചനം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കിട്ടും. ഇവരെ ദൈവം ഇനി മനുഷ്യരുടെ ആത്മാക്കളെ പിടിക്കുന്ന ഹണ്ടേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്, വേട്ടക്കാരനായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് വേട്ടക്കാരുടെ ഭവനം എന്നൊക്കെ അതിന്റെ അർത്ഥമുണ്ട് ബെത്സൈദ എന്നുള്ളത്. നമുക്ക് ജെറമീയ 16:16 വായിക്കും. ജെറമീയ 16:16. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും, കർത്താവ് അരുളി ചെയ്യുന്നു. പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും അവരെ വേട്ടയാടി പിടിക്കും. ആണ് ശരിക്കും നമ്മുടെ വിളി, അതായത് ആത്മാക്കളെ വേട്ടയാടി പിടിക്കുക. ഇങ്ങനെയുള്ള ഒരു റിസ്ക് ഉള്ള ഒരു ദൈവവിളി ഏറ്റെടുക്കുമ്പോൾ, അതായത് നമ്മൾ എടുക്കുന്ന ഈ ശിഷ്യത്വം, ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ളതാണ്. റിസ്ക് നമ്മുടെ ബലത്തിൽ നിന്നല്ല എടുക്കുന്നത്. ഇത് ദൈവം നമ്മുടെ കൂടെ, വിളിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള, അത് സ്ഥിരമായിട്ടുണ്ടെന്നുള്ള വലിയ ആത്മധൈര്യത്തിലാണ് നമ്മുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നത്. 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4:4. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. റോമ 8:31. റോമ 8:31. ദൈവസ്നേഹ പാരമ്യം. ഇതിനെ കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ജെറമീയ 20:11. ജെറമീയ 20:11. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, അതിനാൽ എന്റെ പീഡകർക്ക് കാലിടറും. അവർ എന്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. 2 ദിനവൃത്താന്തം 32:7-8. 2 ദിനവൃത്താന്തം 32:7-8. ശക്തന്മാരും ധീരന്മാരുമായിരിക്കുവൻ. അസീറിയ രാജാവിനെയും അവന്റെ സൈന്യ വ്യൂഹത്തെയും കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. അവനോട് കൂടെയുള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. മാംസളമായ ഹസ്തമാണ് അവനോടൊത്തുള്ളത്. നമ്മോട് കൂടെയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവും. അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പൊരുതുകയും ചെയ്യും. യൂദാ രാജാവായ ഹെസക്കിയായുടെ വാക്കുകൾ ജനത്തിന് ധൈര്യം പകർന്നു. സങ്കീർത്തനം 118:6-7. സങ്കീർത്തനം 118:6-7. കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്റെ ശത്രുക്കളുടെ പതനം കാണും.
നിയമാവർത്തനം 28:7. നിയമാവർത്തനം 28:7. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. സങ്കീർത്തനം 89:23. അവന്റെ ശത്രുവിനെ അവന്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും, അവന്റെ വൈരികളെ ഞാൻ നിലംപതിപ്പിക്കും. എന്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോട് കൂടെ ഉണ്ടായിരിക്കും. എന്റെ നാമത്തിൽ അവൻ ശിരസ്സുയർത്തി നിൽക്കും. Praise the Lord.